ഒന്ന് മല കയറിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയ ഒരാളാണ് ലൂക്കാസ് മക്ലിഷ് എന്നാണ് പേര്. കാലിഫോർണിയക്കാരനാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും ആളെ കാണാനില്ല. ഈ ലൂക്കാസ് തിരിച്ചെത്തിയത് 10 ദിവസം കഴിഞ്ഞാണ്. ആ കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അക്ഷയ നമ്മളോട് ലൂക്കാസിന്റെ കഥ പറയും. അക്ഷയ, നമുക്കറിയാം മല കയറി പിന്നെ വലിയ രക്ഷാദൗത്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിലും കണ്ടിട്ടുള്ളതാണ്. ഇത് ഈ 10 ദിവസം ജീവിതം എങ്ങനെ പിടിച്ചു നിർത്തി എന്നത് വലിയൊരു അത്ഭുതമാണ്. എങ്ങനെ കണ്ടെത്തി, എങ്ങനെയാണ് ഈ ഒരു കൗതുക യാത്രയായി പോയതാണോ ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയായി മാറിയത്? അദ്ദേഹം ഇങ്ങനെ യാത്രകളൊക്കെ നടത്തി വളരെ ശീലമുള്ള ആളാണ്. എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്താറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രെക്കിങ്ങിന് വേണ്ടി അദ്ദേഹം പോകാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ ജൂൺ 11-ാം തീയതിയാണ്. എല്ലാ ദിവസത്തെയും പോലെ സാധാരണ ഒരു ഡ്രസ്സും ബൂട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് 3 മണിക്കൂർ കൊണ്ട് ഞാൻ തിരികെ എത്താമെന്നുള്ളതാണ്. അപ്പോൾ വീട്ടുകാരും അങ്ങനെ തന്നെ വിചാരിക്കുന്നു. കാരണം എപ്പോഴും പോകുന്നതാണ്, ഏറ്റവും പരിചയമുള്ള വഴികളൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്. പക്ഷേ പോയ വഴിയിൽ അദ്ദേഹത്തിന് ഏറ്റവും പരിചയമുള്ള വഴിയാണ്, അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ കാട്ടുതീ വന്ന് കുറേ വഴികളൊക്കെ നശിച്ചു. അതായത് അദ്ദേഹം ലാൻഡ്മാർക്കുകളായിട്ട് കണ്ടുവച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു, അതൊന്നും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ മലയിലേക്ക് കയറുന്ന വഴിയിൽ വഴി തെറ്റുകയാണ്. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും തിരികെ ഇറങ്ങി വരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതായത് ശരിയായ വഴിയാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം വളരെ ക്ഷീണിതനാവുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ഇരുട്ടാവുമ്പോൾ അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഒരു ആശ്രയം എന്ന് പറയുന്നത്. അങ്ങനെ പോകുന്നു. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നത് എനിക്ക് വഴി തെറ്റി, ഇനി പെട്ടെന്നൊന്നും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ മനോധൈര്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും നമുക്ക് മനസ്സിന് ഒരു ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ പ്രതിസന്ധികളെയൊക്കെ പടവുകളാക്കി മുന്നോട്ട് പോകുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയി, പക്ഷേ എനിക്ക് ആരെങ്കിലും എന്നെ കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ എനിക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുന്നത് വരെ എനിക്ക് ജീവിക്കണം, എനിക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ജീവിച്ചേ മതിയാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തോന്നൽ. അതിൽ നിന്ന് അദ്ദേഹം ഈ കാട്ടരുവികളിൽ നിന്ന് വെള്ളം കുടിച്ചു. അദ്ദേഹം പറയുന്നുണ്ട് ബൂട്ട്, അതിനകത്ത് വെള്ളം ശേഖരിച്ച് വെച്ച് കുടിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അങ്ങനെ അതുപോലെ കാട്ടിലുള്ള പഴങ്ങളൊക്കെ ഭക്ഷിച്ചും ഇങ്ങനെ ശീലമുള്ള ആളായതുകൊണ്ട് കൂടി അദ്ദേഹത്തിന് ആ ഒരു പരിചയ സമ്പത്ത് കൂടി ഇങ്ങനെ ഒരു അതിജീവനത്തിന് ഏറെ സഹായിച്ചു. ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് വലിയ ആശ്വാസമാണല്ലേ? ഇങ്ങനെ യാത്രകൾ ചെയ്ത പരിചയമുള്ള ആളാണ്. ഒരുപാട് കരയുകയൊക്കെ ചെയ്തു, ഇങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരയുകയൊക്കെ ചെയ്തു. അതും ചില ആളുകൾ കേട്ടിരുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഫയർഫോഴ്സും എല്ലാം കൂടെ സംയോജിതമായിട്ട് നടത്തി തീർച്ചയായിട്ടും അതിജീവന കഥയെന്ന് പറയാതെ